നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ജയദ്രഥൻ വധിക്കപ്പെട്ടു കഴിഞ്ഞു. ആകപ്പാടെ കൗരവ സൈന്യം അങ്കലാപ്പിലായി. അവർ മനസമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ദുര്യോധനൻ പെട്ടെന്ന് തന്നെ ആചാര്യനായ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹം ദ്രോണാചാര്യരോട് പറഞ്ഞു, ആചാര്യ, ജയദ്രഥനെ വധിച്ച് അർജുനൻ ശപഥം നിറവേറ്റി. നമ്മുടെ ഭാഗത്തുള്ള എത്ര മഹാരഥന്മാരാണെന്ന് കൊല്ലപ്പെട്ടത്. കണ്ണനിലാണ് ഞാൻ ബലം കണ്ടത്, അവനും തോറ്റു. ഇതെല്ലാം അങ്ങ് പാണ്ഡവരോട് കൂറു കാണിക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. എനിക്ക് ഇനിയും ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ എനിക്ക് പാണ്ഡവരെയും പാഞ്ചാലന്മാരെയും ജയിക്കണം, അല്ലെങ്കിൽ മരിക്കണം. അതിനെങ്കിലും ഒരു അനുവാദം തരൂ. എല്ലാം കേട്ട ശേഷം ദ്രോണാചാര്യർ പറഞ്ഞു, ദുര്യോധന, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. ശകുനിയുടെ കള്ളച്ചൂതിന് നീ കൂട്ടുനിന്നില്ലേ? അതിന്റെ ഫലമാണിതെല്ലാം. അന്ന് നീ നീക്കിയ ഓരോ ചൂതും ശത്രുവിന്റെ അസ്ത്രമായി തീർന്നു. ഇന്നാണ് അത് കൊള്ളുന്നതെന്ന് മാത്രം. വിതുരർ പറഞ്ഞ നല്ല വാക്കുകൾ നിന്റെ അഹങ്കാരം കൊണ്ട് നീ അനുസരിച്ചില്ല. അർജുനനെ പോലെ ഒരു വില്ലാളി വേറെ ഇല്ലെന്നും അവനെ വിജയിക്കാൻ കഴിയില്ലെന്നും നിനക്കിപ്പോൾ മനസ്സിലായി കാണും. എന്റെ കുറ്റം കൊണ്ടല്ല നിനക്ക് പരാജയം സംഭവിച്ചത്. എന്നിട്ടും എന്റെ കുറ്റം കൊണ്ടാണ് പരാജയം സംഭവിച്ചതെന്ന് നീ കരുതുന്നു. നിന്റെ ദുഷ്ടബുദ്ധി കൊണ്ട് നിനക്ക് ഇപ്രകാരം സംഭവിച്ചതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ദുർചരിതങ്ങൾ ദൗർബല്യമുണ്ടാക്കും. ആ സച്ചരിതങ്ങൾ കൊണ്ട് മാത്രമേ ഫലം സിദ്ധിക്കുകയുള്ളൂ. അതിനാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സന്ധ്യയാകുമ്പോൾ യുദ്ധം നിർത്തുകയാണല്ലോ പതിവ്. എന്നാൽ അന്നേ ദിവസം സന്ധ്യ കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല. പന്തം കൊളുത്തിപ്പിടിച്ച് പട നടത്താനാണ് ഇരു കൂട്ടരും തീരുമാനിച്ചത്. ആ യുദ്ധത്തിൽ ദുര്യോധനന് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്ന രീതിയിൽ ധീരമായി ദുര്യോധനൻ പോരാടി. ഭീമാർജുനന്മാർ, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, പാഞ്ചാലി പുത്രന്മാർ, ദ്രുപദൻ, ശിഖണ്ഡി, വിരാടൻ തുടങ്ങിയവരൊക്കെ ദുര്യോധനെ വളഞ്ഞിട്ട് ദുര്യോധനെ ആർക്കും പിന്മടക്കാൻ കഴിഞ്ഞില്ല. ആ സമയം യുധിഷ്ഠിരൻ ഒരു കത്തിയമ്പ് എയ്ത് ദുര്യോധനന്റെ വില്ല് മുറിച്ചു. മറ്റൊരു വില്ലെടുക്കാൻ സമയമെടുക്കുന്നതിനിടയിൽ യുധിഷ്ഠിരന്റെ രണ്ടമ്പുകൾ അവന്റെ മാറിൽ തറച്ചു. ചട്ട പൊട്ടിക്കീറി രക്തമൊലിപ്പിച്ചുകൊണ്ട് അവൻ തേരിലിരുന്നു. സൂതൻ തേര് തിരിച്ചുവിടാൻ നിന്നപ്പോൾ ദ്രോണർ അവിടെ എത്തി. ദ്രോണരെ കണ്ടതോടെ ദുര്യോധനന്റെ ആലസ്യം മാറി. വീണ്ടും ശക്തിയായി പാണ്ഡവരോട് യുദ്ധം തുടർന്നു. ദ്രോണർ ദൃഷ്ടദ്യുമ്നന്റെ പുത്രന്മാരെയും കേകയന്മാരെയും ശിബിയെയും വധിച്ചു. ദ്രോണരോട് പടവെട്ടാൻ കഴിയാതെ പാണ്ഡവർക്ക് പിന്മാറേണ്ടി വന്നു. ഘടോത്കചൻ വലിയ സേനയോടുകൂടി അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ പുത്രനാണ്. അദ്ദേഹത്തിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ളത് സ്വന്തം പുത്രനോടാണ്. ആ പുത്രന് വേണ്ടി മാത്രമാണ് അദ്ദേഹം എപ്പോഴും കരുതലായി ജീവിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അശ്വത്ഥാമാവും വളരെ വലിയ വീരനും വില്ലാളി വീരനും സകല ആയോധന മുറകളും അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഘടോത്കചൻ വലിയ സേനയോടുകൂടി അശ്വത്ഥാമാവിനോട് ഏറ്റുമുട്ടി. ഘടോത്കചന്റെ പുത്രനായ അഞ്ജന പർവാറും ഉണ്ടായിരുന്നു. ദ്രൗണി അഞ്ജന പർവാവിനെ വധിച്ചു. ഘടോത്കചന്റെ കോപം ഇരട്ടിച്ചു. അവൻ ദ്രൗണിയോട് ആഞ്ഞടിച്ചിട്ടും അശ്വത്ഥാമാവിന് കുലുക്കമുണ്ടായില്ല. ദ്രൗണി എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവിനെ തന്നെയാണ്. ഇതിനിടയിൽ ദ്രൗണിയുടെ ഒരു അമ്പ് ഘടോത്കചന്റെ മാറിൽ തറച്ചു. അവൻ മൂർച്ഛിച്ചു വീണു. ഘടോത്കചൻ മരിച്ചു എന്ന് കരുതി കൗരവർ ആഹ്ലാദിച്ചു. യുദ്ധകളത്തിൽ മറ്റൊരു ഭാഗത്ത് സാത്വികിയും സോമദത്തനും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. സാത്വികി സോമദത്തനെ കൊന്നു. ആ സമയം സോമദത്തന്റെ പിതാവ് ബൽഹീകൻ പൂർവാധികം വൈരാഗ്യത്തോടെ സാത്വികിയെ എതിരിട്ടു. എന്നാൽ സാത്വികി ബൽഹീകനെയും വധിച്ചു. തങ്ങളുടെ രണ്ട് മഹാരഥന്മാർ മരിച്ചു വീഴുന്ന കണ്ട കൗരവർ വല്ലാതെ ക്ഷോഭിച്ചു. ദുര്യോധനന്റെ 10 അനുജന്മാർ സാത്വികിയോടും ഭീമനോടും യുദ്ധം ചെയ്യാൻ വന്നു. ധാർത്തരാഷ്ട്രന്മാരെ കണ്ട ഭീമൻ സന്തോഷവാനായി. എന്തുകൊണ്ടാണ് ധാർത്തരാഷ്ട്രന്മാരെ കണ്ട ഭീമൻ സന്തോഷിക്കുന്നത്? ധൃതരാഷ്ട്രന്മാരുടെ പുത്രന്മാരെ എല്ലാം ഓരോ പ്രാവശ്യവും കൊന്നൊടുക്കുന്നത് ഭീമൻ തന്നെയാണ്.
അവര് 101 പേരാണ്, 100 പേരും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം 31 പേര് നേരത്തെ തന്നെ വധിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോ ഇപ്പൊ വീണ്ടും ധാർത്തരാഷ്ട്രപുത്രന്മാരെ കണ്ട് ഭീമൻ സന്തോഷവാനായി. ദൃഢൻ, സുഹസ്തൻ, വിരജസ്, ഉഗ്രായി, പ്രഥമൻ, നാഗദത്തൻ, ദൃഢരഥൻ, വീരബാഹു, മയൻ, ഭുജൻ എന്നിവരായിരുന്നു ആ 10 പേർ. ആ 10 പേരെയും ഭീമൻ വധിച്ചു. ഇത്രയും ആയപ്പോഴേക്കും കൗരവപ്പട സ്തംഭിച്ചു. അപ്പം ഒരുപാട് മരണം അവിടെ ഉണ്ടായി. സോമദത്തൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നു, സോമദത്തന്റെ പിതാവ് ബൽഹീകനെ കൊന്നു. ആ 2 മഹാരഥന്മാരും മരിച്ചു വീണു. അതിനുശേഷം ധാർത്തപുഷ്ടന്മാരായ 10 പേരെയും ഭീമൻ വധിച്ചു. ഇത്രയും ആയപ്പോഴേക്കും കൗരവപ്പട സ്തംഭിച്ചു പോയി. ഈ സമയം ദുര്യോധനൻ കർണനോട് പറഞ്ഞു, കർണ, ഇതാ നമ്മുടെ സൈന്യങ്ങളെ പാണ്ഡവർ ആക്രമിക്കുന്നു. അങ്ങയെപ്പോലെ ഒരു പൗരുഷശാലി കൗരവരുടെ ഇടയിൽ വേറെ ഇല്ല. ഇപ്പോഴാണ് അങ്ങയുടെ ശൗര്യം കാണിക്കേണ്ടത്. കർണന്റെ അഹംഭാവാഗ്നിയിലേക്ക് ദുര്യോധനൻ പ്രശംസാ വാക്കുകൾ നെയ്യുപകരുകയാണ് ചെയ്തത്. അവന്റെ അഹങ്കാരം കുറെ കൂടി ആളിക്കത്തി. അവൻ പറഞ്ഞു, കൗരവ രാജാവെ, ഭയപ്പെടേണ്ട. സകല പാണ്ഡവരെയും അവരോടൊപ്പമുള്ള പാഞ്ചാലരെയും ഞാൻ കൊന്നു മുടിക്കും. എല്ലാ പാർത്ഥന്മാരിലും വെച്ച് ഏറ്റവും പ്രബലൻ അർജുനനാണ്. അവനെ ഞാൻ ഇന്ദ്രൻ എനിക്ക് നൽകിയ അമോഘമായ വേൽ ഉപയോഗിച്ച് കൊല്ലും. കൃപാചാര്യർ ഇത് കേട്ട് കർണന്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു. കർണന്റെ വാക്കുകൾ കൃപാചാര്യൽ പുച്ഛം നിറച്ചു. അദ്ദേഹം ചോദിച്ചു, കർണ, നീ എന്തിനാണ് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നത്? പാർത്ഥനോട് ഏറ്റുമുട്ടി നീ എത്ര പ്രാവശ്യം പലായനം ചെയ്തിട്ടുണ്ട്? വെള്ളമില്ലാത്ത ശരത്കാല മേഘങ്ങളെ പോലെ ഗർജിച്ചിട്ട് എന്ത് പ്രയോജനം? അവന്റെ ബാണമേറ്റാൽ നിന്റെ ഗർജനം അവസാനിക്കും. നിനക്കറിയാമോ, അർജുനന്റെ ശത്രുത ധനുസിലാണ്, നിന്റെ ശത്രുത മനോരഥത്തിലും. എന്നിട്ട് ഹാ 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 എന്ന് പറഞ്ഞ് കൃപർ പൊട്ടിച്ചിരിച്ചു. അതായത് കൃപർ കർണനെ ആ യുദ്ധക്കളത്തിൽ വെച്ച് അപഹസിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത്. കൃപരുടെ പരിഹാസത്തിൽ കർണൻ ചൊടിച്ചു, എടോ വൃദ്ധ ബ്രാഹ്മണ, താനൊരു ദോഷനാണ്, തനിക്ക് പാണ്ഡവരോടാണ് കൂറ്. ഇനി ഇങ്ങനെ താൻ എന്റെ മുഖത്ത് നോക്കി അസംബന്ധം പുലമ്പിയാൽ, എടാ ദുഷ്ട, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു കളയും. ദ്രോണപുത്രർ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മാവനെ ശകാരിച്ച കർണനോട് അവന് വർദ്ധിച്ച കോപം തോന്നി. കൃപർ എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ ഭാര്യയുടെ സഹോദരനാണ്. അപ്പൊ അശ്വത്ഥാമാവിന്റെ അമ്മാവനാണ്, അമ്മയുടെ സഹോദരനാണ്. അപ്പൊ തന്റെ അമ്മാവനോട് കർണൻ ഇങ്ങനെ പുച്ഛസ്വരത്തിൽ ഒരുപാട് ദോഷവാക്കുകൾ പറയുന്നത് കേട്ടപ്പോൾ അശ്വത്ഥാമാവന് പെട്ടെന്ന് ദേഷ്യം വന്നു. കർണന്റെ നേരെ പാഞ്ഞു ചെന്നിട്ട് അവൻ കർണനോട് പറഞ്ഞു, എടാ സൂതപുത്ര, നീച, നീ എന്തു പറഞ്ഞു? സത്യം പറഞ്ഞതിന് നീ എന്റെ അമ്മാവനെ ശകാരിക്കുന്നു. വില്ലാളികളിൽ വീരനായ എന്റെ അമ്മാവനോട് ഗർവ് കാണിക്കുന്നു. നീ അത്ര വീരനാണെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവ് വാൾ പെട്ടെന്ന് ഉറയിൽ നിന്ന് ഊരി. ഉടനെ ദുര്യോധനനും കൃപരും ചേർന്ന് അവനെ തടഞ്ഞു. ക്രുദ്ധനായി നിന്ന കർണൻ പറഞ്ഞു, ദുര്യോധന, അവനെ വിടൂ, സമരകുതികിയായ അവനെ വിടൂ, എന്റെ നേരെ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ദുര്യോധനൻ ദ്രൗണിയോട് കേണുവീണ് അപേക്ഷിച്ചു അർജുനനോട് ക്ഷമിക്കാൻ. ദ്രൗണി ക്രോധമടക്കിക്കൊണ്ട് പറഞ്ഞു, എടാ നീചബുദ്ധേ, നിന്റെ കുറ്റം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഈ തള്ളലൊക്കെ അർജുനൻ അവസാനിപ്പിക്കും. അപ്പോ ദേഷ്യം കൂടിയ അശ്വത്ഥാമാവിനോട് ദുര്യോധനാണ് കാലിൽ വീണ് കർണനെ ഒന്നും ചെയ്യരുത് എന്ന് അപേക്ഷിച്ചത്. അപ്പോ കോപമടക്കി എങ്കിലും കർണനോട് പറഞ്ഞു, നിന്റെ ഈ തള്ളലൊക്കെ അർജുനൻ അവസാനിപ്പിക്കും എന്ന് തന്നെ അശ്വത്ഥാമാവും കർണനോട് പറഞ്ഞു. ഈ സമയം പാണ്ഡവപ്പട ആർത്തിരമ്പി വരുന്ന കടൽ പോലെ അടുത്തെത്തി. പാണ്ഡവപ്പടയുടെ മുന്നിലുണ്ടായിരുന്ന സഹദേവൻ കർണന്റെ നേർക്ക് അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. അവർ തമ്മിൽ കുറച്ചു സമയം യുദ്ധം തുടർന്നു. സഹദേവൻ വിരഥനും നിരായുധനുമായി തീർന്നു. വിരഥൻ രഥം നഷ്ടപ്പെട്ടവൻ, നിരായുധൻ ആയുധം നഷ്ടപ്പെട്ടവൻ. ആ രീതിയിൽ കർണൻ
സഹദേവന്റെ രഥവും ആയുധങ്ങളും എല്ലാം അവനിൽ നിന്ന് ഇല്ലാതാക്കി. അവൻ പോർക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങി. ആ സമയം കർണൻ വില്ലിന്റെ തല കൊണ്ട് അവന്റെ തലയ്ക്ക് കുത്തിയിട്ട് പറഞ്ഞു, എടാ കുട്ടി, നീ നിന്നേക്കാൾ കഴിവുള്ളവരോട് പോരാടാൻ പുറപ്പെടരുത്. നിനക്ക് തുല്യരായിട്ടുള്ളവരോട് മാത്രമേ പോരാടാവൂ. നിന്നെ ഞാൻ ഇപ്പോ വെറുതെ വിടുന്നു. കർണന്റെ വാക്ശരങ്ങളേറ്റ് തലയും കുനിച്ച് അപമാനഭാരത്താൽ സഹദേവൻ പോർക്കളം വിട്ടു. കർണൻ തന്നെ കൊല്ലാതെ വിട്ടതില് സഹദേവൻ അത്ഭുതം തോന്നി. പാവം സഹദേവൻ, അവനുണ്ടോ അറിയുന്നു കർണൻ തന്റെ മൂത്ത ഭ്രാതാവാണെന്നും തന്റെ അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാൻ വേണ്ടിയാണ് തന്നെ കൊല്ലാതിരുന്നതെന്നും. അതൊന്നും സഹദേവന് അറിയില്ലായിരുന്നു. അടുത്തത് കടോൽക്കജ വധമാണ്. അത് നമുക്ക് അടുത്ത ദിവസം. ഇന്ന് എല്ലാവർക്കും നമസ്കാരം.